ചില നാളുകൾക്ക് മുമ്പ് ഒരു മാതാവ് തൻ്റെ പൈതലുമായി എബ്രഹാം ലിങ്കൻ പാർത്തിരുന്ന ആ മനോഹരമായ കൊട്ടാരത്തിന് മുൻപിലൂടെ കടന്നു പോവുകയായിരുന്നു. അവരെങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ മാതാവ് തൻ്റെ പൈതലിനോട് പറഞ്ഞു, അന്ധകാരനിബിഡമായ ഒരു കാലഘട്ടത്തിൽ നമ്മളെപ്പോലുള്ള അമേരിക്കയിലെ അടിമകളായ ജനത്തിന് സ്വാതന്ത്ര്യം നൽകേണ്ടതിന് വേണ്ടി നിയമനിർമ്മാണം ഉണ്ടാക്കുകയും തന്നിമിത്തം കൊല്ലപ്പെടുകയും ചെയ്ത എബ്രഹാം ലിങ്കൻ താമസിച്ചിരുന്ന വീടാണിത്. അവരങ്ങനെ സംസാരിച്ച് മുൻപോട്ട് പോകുമ്പോൾ ആ പൈതൽ അമ്മയോട് പറഞ്ഞു, വീടിന്റെ മുൻഭാഗത്തുള്ള വിളക്ക് ഇപ്പോഴും അണച്ചിട്ടില്ലല്ലോ. ആ മാതാവ് പൈതലിനോട് പറഞ്ഞു, എബ്രഹാം ലിങ്കൻ ഒരു നിയമനിർമ്മാണം നടത്തി എന്നുള്ളതുകൊണ്ട് അന്ധകാരത്തിലിരുന്ന പതിനായിരക്കണക്കിന് അമേരിക്കയിലെ അടിമകളുടെ ഹൃദയത്തിലാണ് വെളിച്ചമുണ്ടായത്. അന്നു മുതൽ ആ വെളിച്ചം ഇന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളക്കുകൾ പ്രകാശത്തിനു വേണ്ടിയാണ്. വിളക്കുകൾ പ്രകാശിക്കുമ്പോൾ മാത്രമാണ് ഇരുളുകൾ മാറിപ്പോകുന്നത്. പഴയ നിയമത്തിലെ പ്രവാചകനായ യെശയ്യാവിന് ദൈവിക ദർശനം ഉണ്ടാകുന്ന സമയം മുതലാണ് ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ച് തുടങ്ങിയത്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനങ്ങൾ തുടർന്നുള്ള സമയത്താണ് താൻ എഴുതുവാൻ ഇടയായിത്തീർന്നത്. ശ്രീബുദ്ധനെ യേശുവിടെ വെളിച്ചമെന്ന് ചില ആളുകൾ വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ യേശുക്രിസ്തു ആകട്ടെ ലോകത്തിന്റെ വെളിച്ചമാണ്. യുഗാന്തരങ്ങളായി പാപത്തിന്റെ ഇരുട്ടിൽ കിടന്ന ജനത്തിന്റെ ഹൃദയത്തിലേക്ക് ആത്മീക പ്രകാശം ലഭിക്കേണ്ടതിന് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച ഒരു വലിയ ത്യാഗത്തിന്റെ കഥയാണ് യേശുക്രിസ്തുവിന്റെ ജനനം നമ്മെ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണ്. യേശുക്രിസ്തുവിന്റെ ജനനം അന്ധകാരത്തിലായിരുന്ന ഒരു ജനത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതായിരുന്നു. യുഗങ്ങളായി ആ വെളിച്ചം തെളിഞ്ഞു നിൽക്കുന്നു. വെളിച്ചത്തിന് അല്പം പോലും പ്രകാശം ശോഷണം സംഭവിക്കാതെ ഇന്നും പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ വെളിച്ചത്തിലേക്ക് വരുന്നവരെയെല്ലാം ക്രിസ്തുവാകുന്ന വെളിച്ചം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഈ പ്രകാശങ്ങളാണ് അന്ധകാരത്താൽ നിറയപ്പെട്ട ലോകത്തിൽ അല്പമെങ്കിലും ഒരാശ്വാസത്തോടെ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള ദർശനം പ്രാപിച്ചത് മുതലാണ് ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ യെശയ്യാ പ്രവാചകന് ലഭിക്കുന്നത്. 7-ാം അധ്യായത്തിൽ ഇമ്മാനുവേൽ എന്നുള്ള യേശുക്രിസ്തുവിനെ കുറിച്ച് താൻ മനസ്സിലാക്കുന്നു. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനം അന്ധകാരത്തിലായിരുന്ന സമയത്ത് ഒരു ഭാവി രാജാവിനെ പ്രതീക്ഷിച്ചിരുന്നു. ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുവാൻ വേണ്ടി വരുന്ന, ലോകത്തിന് മുഴുവൻ വെളിച്ചമായ ആ മഹാരാജാവിനെ ഈ അധ്യായത്തിൽ വിവരിക്കുന്നു. 53-ാം അധ്യായത്തിലാകട്ടെ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ ഒരു കഷ്ടം സഹിക്കുന്ന ദാസനായിട്ട് ചിത്രീകരിക്കുന്നു. ദൈവിക ദർശനം നമ്മൾക്കുണ്ടാകുമ്പോൾ മാത്രമാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകുന്നത്. ഒരാളിൽ യഥാർത്ഥമായ ദൈവിക ദർശനവും ദൈവിക വെളിച്ചം ഉണ്ടാകുമ്പോൾ ദൈവം ആരാണെന്നും താൻ ആയിരിക്കുന്ന അവസ്ഥ എന്താണെന്നും എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിക്കുന്നത് എന്നും അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. സത്യവെളിച്ചത്തിന്റെ പ്രകാശം ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ ആ വെളിച്ചത്തോട് ഒരാരാധന മനോഭാവം ഉണ്ടാവുകയുള്ളൂ. ആരാധകൻ ദൈവത്തോട് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിൽ നിന്ന് കേൾക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത്. ആത്മീക പക്വത ആരാധനകളിൽ കണ്ടെത്തുന്നത് വെളിച്ചത്തിൽ ആയിരിക്കുന്ന ജനത്തിനാണ്. വൈകാരിക തലത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നതല്ല ആരാധന, അത് ആത്മീക പക്വതയിൽ നിന്നുള്ളതാണ്. ആരാധകൻ എത്ര കൊടുത്താലും കണക്ക് നോക്കുന്നവനല്ല. കണക്ക് നോക്കിയല്ലല്ലോ താൻ ദൈവത്തിൽ നിന്ന് പലതും പ്രാപിച്ചത്. കണക്കിൽ കൊടുത്തു തീർത്തു എന്നൊരു പ്രയോഗമുണ്ട്. എന്നാൽ ആരാധനയിൽ എത്ര കൊടുത്താലും മതി വരുന്നില്ല. ആ ആത്മീയ അവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്നത് ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവിന്റെ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ ഉദിക്കുമ്പോഴാണ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ
നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.